ഇനി സങ്കടകരമായ ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന ആ 12 വയസ്സുകാരൻ മരിച്ചു. ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ഉയർന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. ഗുഡ് മോർണിംഗ് മിഥില ബാലൻ, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 12 വയസ്സുകാരൻ മൃദുൽ ഇന്നലെ 11:20 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് മൃദുലിൻ്റെ വീട്ടിലാണ്. എനിക്കൊപ്പം മൃദുലിൻ്റെ അയൽവാസിയും തൊട്ടടുത്ത സ്കൂളിലെ പ്രിൻസിപ്പളുമായ ആസിഫ് മാഷ് ചേരുന്നുണ്ട്. മാഷെ, ഈ ലക്ഷണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കണ്ടു തുടങ്ങിയത് മൃദുലിൽ? തുടക്കത്തിലൊരു തലവേദനയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ വീട്ടിൽ തലവേദന എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞു ബോൾ ഹെഡ് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കളിയുടെ ഭാഗമായിട്ടാണെന്നാണ് കരുതിയത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ചു, അതിനുള്ളൊരു മരുന്ന് വാങ്ങി വന്നു. ഫറൂഖ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ വീണ്ടും മറ്റുള്ള പിന്നെ ഛർദിലും മറ്റൊക്കെ വന്നപ്പം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് വീണ്ടും അവർ പ്രത്യേകിച്ചൊന്നും അവരെ നോട്ട് ചെയ്തില്ല. അത് കുഴപ്പമില്ല, മാറിക്കൊള്ളുന്നു, വീണ്ടും മരുന്ന് കൊടുത്തിരിച്ചു. വീണ്ടും ഇത് കൂടിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഫറൂഖ് ചുങ്കത്തുള്ള പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കാണിക്കുക. അവരാണ് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കുകയും ഇത് നിങ്ങളിവിടെ വെച്ചാൽ പോരാ, കോഴിക്കോട് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മലാപ്പറമ്പ് ഇക്ര ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അവിടുന്ന് അവർ പറഞ്ഞു ഇത് സ്കാൻ ചെയ്യണം, ഇത് ഇങ്ങനെ ഈ രീതിയിൽ പിന്നെ ചികിത്സിച്ചാൽ പോരാ. അങ്ങനെ അവർ പിന്നെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും അവിടുന്ന് എത്തിയപ്പോഴത്തേക്കും നമുക്ക് പറയാം 3 ദിവസം കഴിഞ്ഞിരുന്നു. ബുധനാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഗുരുതരമായ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. അവരവിടുന്ന് പിന്നെ സ്രവമൊക്കെ കുത്തിയെടുത്തപ്പോൾ അവർ പറഞ്ഞു ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ആ ICUവിൽ അവിടെ ഫറൂഖ് മെഡിക്കൽ കോളേജിൽ ബെഡ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റൽ ബേബി മോറൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആദ്യമായിട്ട് ചോദിച്ചത് കുളത്തിൽ കുളിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ആ ഒരു രീതിയിൽ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നുള്ള രീതിയിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ചികിത്സ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകളായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് മൃദുൽ ഭയങ്കര ആക്റ്റീവാണ്, ഫുട്ബോൾ പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞു. വളരെ ലൈവായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും റോഡിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബിലുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വളരെ സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ഫുട്ബോൾ മാച്ചിൽ അവന് പ്രൈസ് നേടിയാണ്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള വ്യക്തിയാണ്. നല്ല കുട്ടിയാണ്. നമ്മളൊക്കെ നല്ല പെരുമാറ്റമാണ്, കാര്യങ്ങൾ സംസാരിക്കും. വളരെ നമുക്കൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ മരണത്തിൽ. തീർച്ചയായും എസ്കെൻ, മൃദുലിനെ പറ്റി എല്ലാവരും വളരെ സങ്കടത്തോടു കൂടിയാണ് ഓർമ്മകൾ പങ്കുവെക്കുന്നത്. 16, 17, 18 തീയതികളിലായിരുന്നു ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരു അച്ചംകുളമുണ്ട്, അവിടെ കുളിച്ചത്. ഇതിൽ 16-ാം തീയതി കുറച്ചധികം സമയം ഈ കുളത്തിൽ ഈ മൃദുൽ ചെലവിട്ടു. അന്നായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു അമീബ അല്ലെങ്കിൽ രോഗാണു മൃദുലിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ അവർക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ ഈ അച്ചംകുളം അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അമീബിക് മെനിഞ്ചൈറ്റിസ് ബാധിച്ച് ഒരു കുട്ടി കൂടി മരിച്ചു എന്ന വാർത്തയാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 1 മാസത്തിനുള്ളിൽ 3 ഉയർന്നു. മിഥില ബാലനാണ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.